ഈ 5-സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാലത്ത് ഒരു മെജീഷ്യൻ ആണല്ലേ. ബീഫ് പെരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1/4 കിലോ ബീഫിന് ആവശ്യമായ സാധനങ്ങൾ: 5 പച്ചമുളക്, 4 സവാള ചെറുതായി അരിഞ്ഞത്, അരമുറി തേങ്ങ, 10 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മസാല, മല്ലിയില, കറിവേപ്പില. അടുത്ത് നമുക്ക് ഈ ബീഫ് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൽ ഈ തേങ്ങ തിരികിയതിൽ 3 ഗ്ലാസ് വെള്ളമൊഴിച്ച് തേങ്ങാപ്പാലാക്കി എടുക്കുക. എന്നിട്ട് ആ തേങ്ങാപ്പാൽ ഈ കുക്കറിൽ ഒഴിച്ച് അതിൽ 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. പിന്നെ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കണം. ഇത്രയും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് 4 വിസിൽ കേൾക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ചേരുവകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഇനി ഒരു ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും മണവും കിട്ടും. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി കുറച്ച് കടുക് ഇടുക. കടുക് വെന്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർക്കുക. 4 സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് 1/4 കിലോ ബീഫിന് 4 സവാള വേണമെന്ന് നിങ്ങൾക്ക് തോന്നും. അത് 1 സവാള കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, 2 സവാള കൊണ്ടും ഉണ്ടാക്കാം. ഇത് 4 സവാള എടുത്തത് നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി നമുക്ക് കിട്ടും. അതിനാണ് 4 സവാള എടുത്തത്. അപ്പോൾ ഈ 4 സവാളയും തട്ടി നമുക്ക് നന്നായിട്ട് മുരിയുന്നത് വരെ ഒന്ന് വേവിക്കുക. അതിൻ്റെ പച്ച ഈർപ്പം മാറുന്നത് വരെ വറുത്തെടുക്കുക. വറുത്തിട്ട് നമുക്കിനി അടുത്ത് ഈ പരുവമാവുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പച്ച മണം മാറി വരുമ്പോൾ 1 സ്പൂൺ ഉപ്പ് അതിലോട്ട് ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സവാളയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. കുറച്ചുകൂടി പെട്ടെന്ന് കളറായി വെന്ത് വരികയും ചെയ്യും. അതിനാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് വറുത്ത് എടുത്തിട്ട് അടുത്ത് നമുക്ക് അതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ചേർത്ത് കുറച്ചൊന്ന് വറുത്തിയതിന് ശേഷം നമുക്ക് ഏലക്ക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ള കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് വറക്കുക. ഒന്ന് വറട്ടിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ കഷ്ണം അരിഞ്ഞത് അത് ഞാൻ ഇതിൽ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ തട്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഒരു 3 സ്പൂൺ മസാലപ്പൊടി. മസാല പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി കൊടുക്കണമെന്ന്. നന്നായിട്ട് ഇളക്കി ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ വറക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, മല്ലിയില ഇതുകൂടെ ചേർക്കണം. ചേർത്ത് അതും ഒന്ന് തീ ശകലം കുറച്ച് വെച്ച് വേണം വറക്കാൻ. വറുത്ത് അത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് ഈ ചേരുവകൾ, ഈ കൂട്ടിന് നമുക്കിതിലോട്ട് തട്ടുക.
ഇതിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പുരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.